السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ നേതാക്കൾ, പ്രിയപ്പെട്ട പ്ലാറ്റ്യൂൺ അംഗങ്ങൾ, ഏറെ ശ്രദ്ധേയമായ ഒരു പ്രമേയത്തെ അധികരിച്ചുകൊണ്ടുള്ള വ്യത്യസ്ത സംസാരങ്ങളാണ് നമ്മൾ കേട്ടുപോയിട്ടുള്ളത്. ഉത്തരവാദിത്തം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം. വിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ് നമ്മൾ. പരിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആശയത്തെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്താൻ ഉത്തരവാദിത്തമുള്ളവർ. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ധാർമ്മികതയ്ക്കും മൂല്യങ്ങൾക്കും വില കൽപ്പിക്കുക എന്നതാണ്. പുതിയ കാലത്ത് അതിന് വില കൽപ്പിക്കപ്പെടുന്ന പശ്ചാത്തലമാണോ ഉള്ളത് എന്നതിനെക്കുറിച്ച് നേരത്തെയുള്ള സംസാരങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്നതല്ല നമ്മുടെ കൺവട്ടത്ത് വരുന്നത്. മറിച്ച് നമ്മൾ ഒരിക്കലും കാണരുതേ, കേൾക്കരുതേ എന്ന് വിചാരിക്കുന്ന പലതിനും നമ്മൾ സാന്നിധ്യം അറിയിക്കേണ്ടി വരുന്നു. ചിലയിടങ്ങളിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നിഷ്ക്രിയമായി പോകുന്നതിൻ്റെ ദുരന്തത്തെക്കുറിച്ച് നമ്മളിവിടെ ഓർമ്മിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരമൊരു പശ്ചാത്തലത്തിൽ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘം എന്ന അർത്ഥത്തിൽ ജാഗ്രതയോടെ നമ്മൾ മുന്നോട്ട് പോകണം. പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന വിശുദ്ധമായ ആശയത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അതേതെങ്കിലും ഒരു മതത്തിന്റെ വ്യക്തികൾക്ക് മാത്രം ഫലം ചെയ്യുന്നതല്ല, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾക്ക് മാത്രം ഗുണം ചെയ്യുന്നതല്ല. ഈ പ്രകൃതിക്ക്, ഇവിടെയുള്ള സർവ മനുഷ്യർക്ക്, ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഏറ്റവും ഉന്നതമായ ഒരാശയത്തെ വിശുദ്ധമായ ഇസ്ലാം കൃത്യമായി അവതരിപ്പിക്കുമ്പോൾ ആ ആശയത്തെ സ്നേഹപൂർവ്വം മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് നിർവഹിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തവും. അത് നിർവഹിക്കപ്പെടുമ്പോഴാണ് മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നതും എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ കൃത്യമായ ആശയങ്ങൾ അത് മുറുകെ പിടിക്കുന്ന ഒരു സംഘം എപ്പോഴും ഉണ്ടാകും, സംശയമില്ല. എന്ത് പ്രതിസന്ധികൾ കടന്നു വന്നാലും, ഏത് കാലഗണനയിലൂടെ മുന്നോട്ട് പോയാലും വിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംഘം ഇവിടെ ഉണ്ടാകും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. സത്യത്തിന്റെ മേൽ നിലകൊള്ളുന്ന ഒരു സംഘം എക്കാലത്തും ഉണ്ടാകുമെന്ന് പടച്ച റബ്ബിന്റെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് ആ ആശയത്തെ ഏറ്റെടുത്തുകൊണ്ട് പുതിയ കാലത്ത് നമ്മൾ ഓരോരുത്തരും ആത്മാഭിമാനത്തോടെ ഉന്നതമായ ഈ ആശയത്തിന്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുന്നത്. സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്ത് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? അനീതിയുടെ വാഴ്ചയാണ്. ഇവിടെ അസമത്വത്തിന്റെ സാഹചര്യങ്ങൾ, മനുഷ്യനെ വേർതിരിച്ചു കാണുന്ന സാഹചര്യങ്ങൾ, വർഗീയപരമായ ആലോചനകൾ, സാമ്പത്തികമായ വ്യതിയാനങ്ങളുടെ പേരിലുള്ള മാറ്റിനിർത്തലുകൾ, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ കാഴ്ചകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കാഴ്ചകളോടല്ല നമ്മൾ സമരസപ്പെടുന്നത്. അതിനെതിരെയുള്ള ഒരു നീക്കത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരുക്കം കൂട്ടുന്നത്. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഇസ്ലാമിന്റെ ആശയത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അല്ലാഹു എന്താണ് പറയുന്നത്? അല്ലാഹു കൽപ്പിക്കുന്നത് എന്താണ്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. നീതിയോടെ മുന്നോട്ട് പോകണമെന്നാണ്. നീതിയോടെ മുന്നോട്ട് പോകണമെന്നാണ്. അനീതി വാഴുന്ന കാലത്ത് ഇവിടെ
പണമുള്ളവന് എന്തുമാകാമെന്ന് വിചാരിക്കപ്പെടുന്ന ഒരു കാലത്ത്, പാവം മനുഷ്യന്റെ മുന്നിൽ നിയമത്തിന്റെ പ്രക്രിയ തമസ്കരിക്കപ്പെടുന്ന ഒരു കാലത്ത്, മനുഷ്യത്വപരമായ പരിഗണന പോലും ലഭിക്കപ്പെടാത്ത ഒരു കാലത്ത്, ആ കാലത്ത് നമ്മൾ പറയണം, എന്തിനെ കുറിച്ച് പറയണം? നീതിയെ കുറിച്ച് പറയണം, അദലിനെ കുറിച്ച് പറയണം. അതൊക്കെ അവഗണിക്കപ്പെട്ടു പോയി. ഇനി പറഞ്ഞിട്ടെന്തു കാര്യം എന്ന് വിചാരിച്ച് നിഷ്ക്രിയമാകുകയല്ല, മൗനമാകുകയല്ല, മറിച്ച് നമുക്കവിടെ വാചാലമാകാനേ നിവൃത്തിയുള്ളൂ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ നീതിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. സ്വന്തക്കാരനാകുമ്പോ, ബന്ധുക്കാരനാകുമ്പോ, ഇഷ്ടപ്പെട്ടവനാകുമ്പോ അവിടെ എന്തുമാകാമെന്ന് വിചാരിക്കുന്ന ഒരു രീതിയല്ല നമ്മുടേത്. മറിച്ച് ആരായാലും അന്യായം ചെയ്തവരോട് മുഖം നോക്കാതെ കൃത്യമായി ആ അന്യായത്തെ എതിർക്കാനുള്ള ശേഷി നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മളാകുന്നത്, നമ്മൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിനിധാനങ്ങളാകുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പൊ അനീതിക്കെതിരെയുള്ള ശബ്ദമാണ് നമ്മുടെ പ്രധാനപ്പെട്ട മുഖമുദ്ര എന്ന് പറയുന്നത്. പ്രയാസപ്പെടുന്നവനോട് നന്മ ചെയ്യുക, തിന്മയിലേക്ക് അകപ്പെട്ടു പോകുന്നവനെ കൈപിടിച്ച് രക്ഷപ്പെടുത്തുക. പരിസരത്ത് ജീവിക്കുന്ന മനുഷ്യൻ അവൻ പ്രതിസന്ധിയിലാകുമ്പോ അവൻ ഏതു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവാണെങ്കിലും അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനും സ്നേഹപൂർവ്വം അവനെ ഒന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഇടപെടൽ നടത്തുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. ആ ദൗത്യം പുതിയ കാലത്ത് നിർവഹിക്കുക എന്നതാണ് നമ്മൾ ഈ കാലഘട്ടം നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമെന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയാണ് പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി 100 കണക്കിന് വരുന്ന പാറ്റ്യൂൺ അംഗങ്ങളെ സുന്നി യുവജന സംഘം രൂപപ്പെടുത്തുന്നത്. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ ഒരു വലിയ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ഇനിയുള്ള ദിനങ്ങളിൽ ഇറങ്ങി പുറപ്പെടേണ്ടവരാണ്. ഇപ്പോഴുള്ള രാഷ്ട്രീയ ചൂടിന്റെ കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും നിരന്തരം നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ട ദൗത്യമാണിത്. ആ ദൗത്യത്തെ ഏറ്റെടുക്കാനാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ചു ചേർന്നിട്ടുള്ളത്. തീർച്ചയായും പറയട്ടെ, ഈ വലിയ ദൗത്യം അത് പുതിയ കാലത്ത് ശ്രമകരമാണ്, അത്ര എളുപ്പം നടക്കുന്നതല്ല. അല്ലയോ? നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്തു കാര്യം? കാലം എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഈ നീതിബോധം ആർക്ക് വേണം? നിങ്ങളെ ഇത്തരം സംസാരങ്ങളെ കണ്ടെന്തു പ്രയോജനം എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. ഒരുപക്ഷെ പരിഹാസരൂപേണ അതിനോട് പ്രതികരിക്കുന്നവരുണ്ടാകാം. അവിടെ ആത്മാഭിമാനത്തോടെ നമുക്ക് പറയാനുള്ളത്, നന്മയ്ക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടാണെങ്കിലും സംഭവിക്കുമ്പോ അതെല്ലാ കാലത്തും ഒറ്റപ്പെട്ടുകൊള്ളണമെന്നില്ല. ആ ഒരു ശബ്ദം ഉയർന്നെഴുന്നേറ്റ് നിൽക്കുന്ന കാലം വരും. ചരിത്രം അതാണ് പറയുന്നത്, കാലം അതാണ് പറയുന്നത്. എല്ലാം അസ്തമിച്ചു പോയി എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ള മനുഷ്യ ജീവിതങ്ങളുണ്ട്, മൂല്യവിചാരങ്ങളുള്ള ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകളെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നിരാശപ്പെടുകയല്ല, നമ്മൾ ഇതാ അസ്തമിച്ചിരിക്കുന്നു, എല്ലാം ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നതിലല്ല പ്രയോജനപരമായ ഒരു പ്രവർത്തനം നിൽക്കുന്നത്. മറിച്ച് പ്രതിസന്ധികളെ ആത്മധൈര്യത്തോടെ സമീപിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്, ഇച്ഛാശക്തിയോടെ സമീപിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. അങ്ങനെ കഴിയുമ്പോഴാണ് കൃത്യമായ ധീരമായ ഇടപെടൽ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഇടപെടൽ സാധിക്കണമെന്നാണ് സുന്നി യുവജന സംഘം വിചാരിക്കുന്നത്. ആ ഇടപെടലിനോട് ചേർന്ന് നിൽക്കാനാണ് നല്ല മനസ്സുള്ള സർവ്വ മനുഷ്യരും സന്നദ്ധമാകേണ്ടത് എന്ന് വളരെ വിനയപൂർവ്വം ഈ സമയത്ത് ഈ പ്രസ്ഥാനത്തിന്റെ ശബ്ദം ശ്രവിക്കുന്ന സർവരോടും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത് പറയാൻ SYS-ന് ആത്മധൈര്യമുണ്ട്, SYS-ന് ചങ്കൂറ്റമുണ്ട്. എന്തുകൊണ്ട്? 7 പതിറ്റാണ്ടുകാലത്തിന്റെ പാരമ്പര്യമുണ്ട്. 70 വർഷങ്ങൾക്ക് മുമ്പ് സുന്നി യുവജന സംഘം ഇവിടെ രൂപപ്പെടുത്തുന്ന കാലത്ത്, ഇവിടെ നിലകൊള്ളുന്ന കാലത്ത് കേരളത്തിന്റെ അവസ്ഥ എന്താണ്? ഈ കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ എന്താണ്? മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? പൊതുവെയുള്ള അവസ്ഥ എന്താണ് എന്ന് ആലോചിച്ചാൽ വളരെ ദയനീയമാണ്. ഒരു ഭാഗത്ത് വിദ്യാഭ്യാസപരമായ വികസന പ്രവർത്തനങ്ങളില്ല, സാധാരണക്കാരായ ആളുകൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിന് അവസരങ്ങളില്ല. മറുഭാഗത്ത് ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും നെരിപ്പോടിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരനായ മനുഷ്യൻ, വറുതിയുടെ വടിയിലൂടെ കടന്നു പോകുന്ന ആളുകള്, നല്ല സ്വസ്ഥമായി ഭക്ഷിക്കാൻ പോലും സാഹചര്യമില്ലാത്ത കാലം. അത്തരം ഒരു കാലത്താണ് സുന്നി യുവജന സംഘം രൂപപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നപ്പോ ഈ മഹത്തായ പ്രസ്ഥാനം ഏറ്റെടുത്ത ദൗത്യങ്ങൾ എന്താണ്?
ആ കാലഘട്ടങ്ങളിൽ അനുഭവിക്കുന്ന മനുഷ്യരുടെ പ്രതിസന്ധിയെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി ചരിത്രപരമായി പിന്നോക്കം പോയപ്പോ, ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അതിന് സാഹചര്യങ്ങൾ ഉണ്ടായപ്പോ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ആലോചിച്ചു, നമ്മുടെ ഈ സമുദായത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, കൈപിടിച്ചുയർത്തേണ്ടതുണ്ട്. പണമുള്ളവൻക്ക് മാത്രം എല്ലാം നേടാനുള്ള അവസരം എന്നതിന് പകരം പണമില്ലെങ്കിലും കഴിവുള്ളവൻ എത്തിപ്പെടേണ്ടിടത്ത് എത്തിപ്പെടണമെന്ന ചിന്തയിലൂടെ കാര്യങ്ങൾ ആലോചിച്ചു. സ്വാത്വികരായ പണ്ഡിത ശ്രേഷ്ഠർ അവർക്ക് അതിന് നേതൃത്വം നൽകി. ആ നേതൃത്വത്തിന്റെ ഭാഗമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയമുണ്ട്. ആ വിദ്യാഭ്യാസ നയം പ്രയോഗിക്കുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് സുന്നി യുവജന സംഘമാണ്. ഈ സംഘത്തിന്റെ ചരിത്ര വഴിയിൽ നമുക്ക് കാണാൻ കഴിയും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത ഒരു കാലത്ത്, പാവപ്പെട്ടവന് ആത്മാഭിമാനപൂർവ്വം തന്റെ വിദ്യ അഭ്യസിക്കാനുള്ള സൗകര്യമില്ലാത്ത ഒരു കാലത്ത്, ആ സാഹചര്യത്തിൽ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം. സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ച തീരുമാനമാണ് എല്ലാ ജില്ലകളിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളത്. ആ ഒരു തീരുമാനമെടുത്തിട്ട് പണ്ഡിത ശ്രേഷ്ഠരുടെ ആശീർവാദത്തോടെ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് ആ തീരുമാനങ്ങളിൽ ഒന്നായിട്ട് ആദ്യമായി തീരുമാനിക്കപ്പെട്ടത് കോഴിക്കോട് ജില്ലയിൽ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിക്കുക എന്നത്. സഹോദരങ്ങളെ, ആ ഒരൊറ്റ തീരുമാനത്തിന്റെ ഫലം എത്രയാണ്? ആയിരക്കണക്കിന് സാധുക്കളായ പാവപ്പെട്ട മനുഷ്യർക്ക് വിദ്യാഭ്യസിക്കാനും വളർന്നു വരാനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. ഒരൊറ്റ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ രാജ്യത്തിന്റെ വിശാലമായ വിദ്യാഭ്യാസ ഭൂപടത്തിലേക്ക് കൃത്യമായ ചിത്രം വരച്ച് പ്രൗഢമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുന്നതിന്റെ സുന്ദരമായ കാഴ്ച. ഇത് സാധിക്കുമോ എന്ന ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചോദ്യത്തിന് ആത്മാഭിമാനത്തോടെ ധൈര്യപൂർവ്വം ഇതിന്റെ നേതൃത്വം നിലകൊണ്ടു. നമുക്ക് സാധിക്കും, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സാധിക്കാത്തതൊന്നുമില്ല എന്ന തിരിച്ചറിവിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം അതിനിറങ്ങി പുറപ്പെട്ടപ്പോ തീർച്ചയായും വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ സംഘടനയുടെ ഒരു സംസ്കാരമായി രൂപപ്പെട്ടു എന്നുള്ളതാണ്. കേവലം ഒരു സ്ഥാപനം നിർമ്മിക്കപ്പെട്ടു എന്നതല്ല, അല്ലെങ്കിൽ ചില ജില്ലകളിൽ സ്ഥാപനങ്ങൾ നിർമ്മിക്കപ്പെട്ടു എന്നതല്ല. കേരളത്തിന്റെ ഒരറ്റം മുതൽ, അല്ല ഇന്ത്യ രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ സഞ്ചരിക്കുമ്പോ ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർവഹിക്കപ്പെട്ടു അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടു എന്നതല്ല, മറിച്ച് ഈ ചടുലമായ യൗവന സമൂഹത്തെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവരെ ചേർത്തുപിടിക്കാനും അവരെ അതിൽ നിലനിർത്താനും കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു വികസനമാണ്, നമ്മുടെ ഒരു മുന്നേറ്റമാണ്. ഞാൻ പറയുന്നത്, പാവപ്പെട്ട ഇത്രയും വരുന്ന വിശാലമായ ഈ രാജ്യത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി കോടികൾ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. ഇങ്ങനെ ചെലവഴിക്കാൻ ആരാണ് ആവേശം നൽകുന്നത്? ആരാണ് ഊർജം നൽകുന്നത്? അതിനെന്തുകൊണ്ടാണ് മടിയില്ലാത്തത്? ഈ ദൗത്യം, ഈ വിദ്യാഭ്യാസ പ്രവർത്തനം ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ അടയാളപ്പെടുത്തലാണ്, ഒരു കമ്മ്യൂണിറ്റിയുടെ വളർച്ചയുടെ അനിവാര്യമായ ഘടകമാണ്. ഇവിടെ ഞാൻ മാത്രം തടിച്ചു കൊടുക്കുകയല്ല, എന്റെ കൂടെ ജീവിക്കുന്ന പച്ചയായ മനുഷ്യരുടെ വളരെ ദയനീയമായ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെപ്പോലും കൈപിടിച്ചു ഉയർത്താനുള്ള ശേഷിയുള്ള മനസ്സ്, അതാണ് മനുഷ്യപ്പറ്റുള്ള മനസ്സ് എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് യുവ സമൂഹങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് അവർ ഒരുക്കി കൂട്ടിയ ചില്ലിത്തുട്ട് നാണയങ്ങൾ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കാലത്ത് നിർഭയത്വത്തോടെ എടുത്തുകൊടുത്ത് ഈ രാജ്യത്തിന്റെ നിർമ്മാണത്തിനു വേണ്ടിയും പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയും കൈമാറ്റം ചെയ്തതിന്റെ സുന്ദരമായ കാഴ്ചയുണ്ട്. കഴിഞ്ഞ 70 വർഷങ്ങൾക്കിടയിൽ അവിടെ അവസാനിച്ചിട്ടില്ല. മതം ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇസ്ലാമിന് ഭീഷണമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോ അതിനെ നെഞ്ചു നിവർത്തിയിട്ട് നേരിട്ടത് ആരാണ്? രാഷ്ട്രീയപരമായ കഴിവ് പോലും ഉപയോഗപ്പെടുത്തിയിട്ട് ഈ മഹത്തായ അഹ്ലുസുന്നയുടെ ആദർശത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോ അവിടെ ചൂളിയില്ല, പതറിയില്ല. അധികാരമില്ല എന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ സ്വാധീനമില്ല എന്നതിന്റെ പേരിലോ നമ്മള് എല്ലാം അസ്തമിച്ചു എന്ന് വിചാരിച്ചില്ല. പിന്നെ നമ്മള് ആത്മാർത്ഥതയുടെ മനസ്സ് വെച്ചുകൊണ്ട് ഉറച്ചൊരു തീരുമാനമെടുത്തു. വിശുദ്ധമായ ഇസ്ലാമിന്റെ ദഅവത്ത് എന്റെ ഉത്തരവാദിത്തമാണ്, ഈ യുവ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ശ്രേഷ്ഠരായ പണ്ഡിത ശ്രേഷ്ഠരുടെ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട്
കൊണ്ട് ഈ ഗോതയിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടവർ നമ്മളാണ്. ആ തിരിച്ചറിവിൽ സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകര് പ്രവർത്തിച്ചപ്പോ നമുക്ക് എല്ലാത്തിനെയും അതിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. അഹ്ലുസുന്നയാണ് ഏറ്റവും മികച്ച സുന്ദരമായ ആശയമെന്ന് ബുദ്ധിയുള്ള സർവരെയും ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഒരു കാലത്ത് ബിദ്അത്താണ് നവോത്ഥാനമെന്ന് വിചാരിച്ചെടുത്തതെന്ന് അത് അപരിഷ്കൃതമാണ്, അത് മനുഷ്യത്വ വിരുദ്ധമാണ്, അത് വർഗീയമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് എന്ന ബോധ്യത്തിലേക്ക് ഇവിടെയുള്ള പൊതുജനങ്ങളെ അടക്കം ബോധ്യപ്പെടുത്തിയിട്ട് അഹ്ലുസുന്നയുടെ സുന്ദരമായ ആശയത്തിലേക്ക് ഈ ഉമ്മത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചേർത്ത് നിർത്താനും മതത്തെ പുറത്തു നിന്ന് വിലയിരുത്തുന്നവർക്ക് വിശുദ്ധമായ ഇസ്ലാമിന്റെ സൗന്ദര്യമുള്ള മുഖത്തെ അനുഭവിക്കാനും അവസരം കൊടുത്തത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നും നമുക്ക് ജയിക്കില്ല, നമുക്ക് സാധിക്കില്ല എന്ന പശ്ചാത്തല സാഹചര്യം കൊണ്ട് വിചാരിച്ചിരുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനെയൊക്കെ അതിജയിച്ച് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കഴിഞ്ഞ 70 വർഷം സുന്നി യുവജന സംഘം മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആത്മാഭിമാനത്തിന്റെ ചരിത്രത്തിന്റെ വടികളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ പറയുമ്പോ പുതിയ കാലത്തും പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഒരു ഭാഗത്ത് രാജ്യം നമ്മെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ആലോചനകൾ നടക്കുമ്പോ, മറുഭാഗത്ത് രാഷ്ട്രീയത്തിന്റെ കൃത്യമായ വഴികളിലൂടെയുള്ള അല്ലാത്ത സഞ്ചാരം നടക്കുമ്പോ, ഇവിടെ അസമത്വത്തിന്റെ വഴികൾ തുറന്നു വെക്കപ്പെടുമ്പോ, ഇവിടെയുള്ള ദരിദ്രരായ മനുഷ്യർ വീണ്ടും ദരിദ്രരായി കൊണ്ടിരിക്കുമ്പോ, ഇവിടെ മുതലാളിത്തത്തിന്റെ സംവിധാനം വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുമ്പോ, ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഈ കാഴ്ചയിലൊക്കെ നമ്മൾ വിലയിരുത്തുന്നുണ്ട്. ഇതൊക്കെ വിലയിരുത്തിയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്നവരല്ല SYSന്റെ പ്രിയപ്പെട്ട പ്രവർത്തകര്. മറിച്ച് ഇവിടെയെല്ലാം നിർവഹിക്കാനുള്ള ഉന്നതമായ ദൗത്യങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാൻ ഉറച്ചവരാണ് സുന്നി യുവജന സംഘത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതിനുവേണ്ടി തീരുമാനമെടുത്ത് മനസ്സിലുറപ്പിച്ചു നിൽക്കുന്നവരാണ് ഇവിടെയുള്ള പ്ലാറ്റൂൺ അംഗങ്ങൾ എന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ 70 വർഷത്തെ ചരിത്രവടികളെ അഭിമാനപൂർവ്വം മനസ്സിലോർമ്മിച്ചുകൊണ്ട് നമ്മുടെ വലിയ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ സാഹചര്യം എന്താണ്? കേരളീയ പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, മൂല്യങ്ങളെ കുറിച്ചുള്ള വിചാരപ്പെടലല്ല, മൂല്യങ്ങളെ തമസ്കരിക്കുകയും മൂല്യ വിരുദ്ധമായ കാര്യങ്ങളെ ഇവിടെ കൃത്യമായി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം. ധാർമ്മികത എന്ത് എന്ന് പോലും നിർവചിക്കപ്പെടാൻ പറ്റാത്ത ഒരു പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുകയാണ്. അത്തരം ഒരു കടന്നുപോക്കിന്റെ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിന്റെ എല്ലാ മികവുകളും നമുക്ക് പറയാനുണ്ട്. ഭൗതിക സംവിധാനങ്ങളുടെ വിഷയത്തിൽ, നേരത്തെ പറഞ്ഞ സാക്ഷരതയുടെ വിഷയത്തിൽ, ഇങ്ങനെ തുടങ്ങി പലതിന്റെയും വിഷയത്തിൽ, ആരോഗ്യപരമായ പരിരക്ഷയുടെ വിഷയത്തിൽ ഇവിടെയൊക്കെ നമ്പർ 1 എന്ന് നമ്മൾ പറയുമ്പോ, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്ന് നമ്മൾ ആത്മാഭിമാനപൂർവ്വം നമ്മൾ പറയുമ്പോ, ഇത്തരം സുന്ദരമായ വാചകങ്ങൾ നമ്മൾ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോ, മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളാണ്. ക്രിമിനൽ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായ വിഷയങ്ങളുടെ പേരിൽ കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേ, കൊട്ടേഷൻ സംഘങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. വിദ്യയും വിവരവുമുണ്ട് എന്ന് പറയപ്പെടുന്നവർ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. തൊഴിൽ പ്രതിസന്ധികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അരാജകപരമായ സംസ്കാരങ്ങൾ വളരുന്നു. ധാർമ്മിക ച്യുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മൂല്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു പറ്റം സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാമാണ് പുതിയ പശ്ചാത്തലമെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് വലിയ ദൗത്യമുണ്ട്, നമുക്ക് നിർവഹിക്കാൻ വലിയ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് SYSന്റെ ഓരോ പ്രവർത്തകരും ഗൗരവത്തിൽ കാണണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റാരെ കുറിച്ചുമല്ല നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തത്തെ കുറിച്ചാണ്. നമ്മുടെ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട്, സമയം ഉപയോഗിച്ചുകൊണ്ട്, സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ ജാഗ്രതയോടെ സമീപിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം ഉന്നതമായ പ്രവർത്തനങ്ങളെ നിർവഹിക്കാനാണ് പ്ലാറ്റൂൺ ടീമിനെ പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി സുന്നി യുവജന സംഘം മുന്നോട്ട് വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് കേരളത്തിന്റെ മുഴുവൻ ജില്ലകളിലും പ്ലാറ്റൂൺ ടീം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്.
ഈ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട സംഘം നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി നിതാന്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, ജാഗ്രതയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയമില്ല, നമുക്ക് നിഷ്ക്രിയമാകാനുള്ള സമയമില്ല. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകര് നമ്മളോട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറയുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, ഓ നബിയേ, ജനങ്ങളിൽ അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണ് എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ ചോദിക്കുകയാണ്. ആ ചോദ്യം അവസാനിച്ചില്ല. വഅയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണ് നബിയേ എന്ന ചോദ്യമാണ് അനുചരന്മാരായ സ്വഹാബി വര്യർ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ആ ഉത്തരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യപ്പറ്റിന്റെ, രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങള് ചേർന്ന് നിൽക്കുന്നത് മദീനയുടെ പാഠശാലയിലാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ധോരണിയിലാണ്, ജീവിതത്തിന്റെ വഴിയോരങ്ങളിലാണ്, സ്വഹാബി വര്യരുടെ ധീരമായ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്നാണ് നമുക്കത് വായിച്ചെടുക്കാനുള്ളത്. അങ്ങനെ വായിച്ചെടുക്കുമ്പോ പ്രൗഢമായി നിൽക്കുന്ന ആശയങ്ങളാണ് ലോക മനസ്സാക്ഷിക്ക് മുന്നിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. അല്ലാഹുവിനെ വിശ്വസിച്ച്, പാരത്രികമായ ലോകത്തെ വിശ്വസിച്ച്, ആഖിറത്തിലെ രക്ഷ കൊതിച്ച് ജീവിക്കുന്ന വിശ്വാസിയുടെ മുന്നിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏതാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൻ നാസ് ഇലല്ലാഹി തആല അൻഫഅഹും ലിന്നാസ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണ് എന്നതാണ് ചോദ്യമെങ്കിൽ അതിന്റെ ഉത്തരം ഇതാണ്. ഇവിടെ ജീവിക്കുന്ന മനുഷ്യരില്ലേ, ആ മനുഷ്യർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നവനാരോ ആ ഉപകാരപ്പെടുന്ന വ്യക്തിയാണ് സൃഷ്ടാവിന്റെ സമക്ഷത്തിൽ ഏറ്റവും വലിയ സ്വീകാര്യനും പടച്ച റബ്ബിന് ഇഷ്ടമുള്ളവനുമെന്ന് സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സഹോദരങ്ങളെ, ഈ വാചകമാണ് പ്ലേറ്റ്യൂൺ അംഗങ്ങളുടെ മനസ്സിലേക്ക് കടക്കേണ്ടത്. നമ്മൾ ജീവിക്കുന്നത് സ്വാർത്ഥതയുടെ മനസ്സോടെയല്ല, എനിക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, എന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ ജീവിക്കുന്നത്, എന്റെ പരിസരത്തുള്ള സർവ്വ മനുഷ്യർക്കും വേണ്ടി ജീവിക്കുന്നവനാണ് ഞാൻ ജീവിക്കുന്ന രാജ്യത്തിന് വേണ്ടി സേവനം നിർവഹിക്കാൻ ഉത്തരവാദിത്തമുള്ളവനാണ് ഞാൻ. ആ അർത്ഥത്തിലാണ് എന്റെ ജീവിതമെന്ന് ആലോചിക്കാനുള്ള ശേഷിയാണ് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്കുണ്ടാകേണ്ടത്, പ്ലാറ്റൂൺ അംഗങ്ങൾക്കുണ്ടാകേണ്ടത്. ഈ പ്രസ്ഥാനം നിങ്ങളുടെ മുന്നിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിലേക്ക് ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നവനാണ്. കഴിഞ്ഞിട്ടില്ല. വഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്താണ്, പ്രവൃത്തി എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഒരു സഹോദരന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കലാണ്. നിന്റെ കൂടെ ജീവിക്കുന്ന, നിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന, നിന്റെ കൂടെ സഹപ്രവർത്തകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നിന്റെ കൂടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, നീ കണ്ടുകൊണ്ടിരിക്കുന്ന, നീ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നീ ഏതെങ്കിലും വിധത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയില്ലേ, ആ വ്യക്തിയുടെ മനസ്സാന്തരത്തിൽ സന്തോഷിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റുമോ? ആ പ്രവർത്തനമാണ് സൃഷ്ടാവിന്റെ സവിധത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല.
ഒരു വ്യക്തിയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കൽ മാത്രമല്ല, അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഏതെങ്കിലും ഉണ്ടെന്നറിയുമ്പോ ഞാനത് അറിഞ്ഞില്ല എന്ന് നടിക്കലല്ല, ഞാനത് കേട്ടില്ല എന്ന് വിചാരിക്കലല്ല, ഞാൻ അതിൽ എന്തിനിടപെടണം എന്ന് ചിന്തിക്കലല്ല, അതാരെങ്കിലും എന്ന് തീർക്കട്ടെ എന്ന് വിചാരിക്കലുമല്ല. പിന്നെ എന്താണ് വിചാരിക്കേണ്ടത്? അതെന്റെ പ്രശ്നമാണ്, ഞാൻ ഇടപെടേണ്ട കാര്യമാണ്. എന്റെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രതിസന്ധി, അവൻ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി, അതെന്റെ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ പരിഗണിക്കാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല എന്ന ചിന്തയോടെ ആ മനുഷ്യന്റെ പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ഇടപെടലാണ് കർമ്മങ്ങളിൽ ശ്രേഷ്ഠമായത്, സൃഷ്ടാവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടെയും പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കടമുണ്ട്, ആ കടത്തിൽ മുങ്ങി മരിച്ച് ആത്മഹത്യയുടെ വക്കീലാണുള്ളത്. ആ വക്കീൽ നിൽക്കുന്ന മനുഷ്യനെ സ്നേഹത്തിന്റെ മനസ്സോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കാനുള്ള ഇടപെടൽ നിനക്ക് നടത്താൻ പറ്റുമോ? എങ്കിൽ അതാണ് ഏറ്റവും ഉന്നതമായ കർമ്മമെന്ന് പഠിപ്പിക്കുകയാണ്. അവിടെയും അവസാനിച്ചില്ല. പശിയടക്കാൻ നിവൃത്തിയില്ലാതെ വഴിയോരങ്ങളിൽ ബുദ്ധിമുട്ടുന്ന മനുഷ്യനുണ്ടോ? ഏതെങ്കിലും കുടിലുകളിൽ ജീവിക്കുന്ന വ്യക്തിയുണ്ടോ? ആ വ്യക്തിയെ കാണാനുള്ള കണ്ണ് വേണം. അവന്റെ വിശപ്പിനെ അടക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തിയാൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ പ്രവർത്തനമെന്ന്, അല്ലാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനമെന്ന് സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, പ്ലാറ്റൂൺ അംഗങ്ങളെ, ഒരു വാചകം കൂടെ ചേർത്തു പറയട്ടെ. നമുക്ക് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനുണ്ട്. 7 പതിറ്റാണ്ടുകാലത്തെ പ്രൗഢമായ ചരിത്ര പാരമ്പര്യത്തെ മനസ്സോട് ചേർത്ത് വെച്ചുകൊണ്ട് അസാധ്യമായതൊന്നുമില്ല. നമുക്ക് അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ച് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട്, ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്തു ജീവിച്ച് മരിക്കണം. ആ ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം, ആ ജീവിതമാണ് ഏറ്റവും സംതൃപ്തമായ ജീവിതം. അങ്ങനെ ഒരു ജീവിതത്തെ കൊതിക്കുന്ന നിങ്ങളോട് ആത്മീയതയുടെ വഴിയിൽ നിന്നുകൊണ്ട് അനുഗ്രഹീതരായ പ്രവാചകർ പറഞ്ഞു വെച്ച ഒരു വാചകം കൂടെ സൂചിപ്പിക്കട്ടെ. ആ വാചകം എന്താണ്? സഹോദരങ്ങളെ, അവിടുന്ന് പറയുകയാണ്, ഒരു വ്യക്തിയുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഒരാൾ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയാ. ഒരാളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവനൊരു ജോലി വേണം. ഇപ്പോൾ ജോലിയില്ല എങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അയാളെ ഒന്ന് സമീപിച്ച് ഇയാൾക്കൊരു ജോലി വാങ്ങിക്കൊടുത്താലോ? അല്ല, ഗവൺമെന്റ് തലത്തിൽ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം, അതിന് പരിശീലനം വേണം, അത് നിർവഹിക്കാനുള്ള ആലോചനകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചില ആവശ്യങ്ങൾ, ഒരു വ്യക്തിയുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത് നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തെയും കൂട്ടി നടക്കുന്ന വ്യക്തിയുണ്ടല്ലോ, സഞ്ചരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, വ്യത്യസ്ത ഇടങ്ങളിൽ കയറിയിറങ്ങുന്ന വ്യക്തിയുണ്ടല്ലോ. ആ വ്യക്തിയോട് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അങ്ങനെ നടക്കുന്ന മനുഷ്യൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദ്, മസ്ജിദുൻ നബവിയുടെ വിശുദ്ധമായ അകത്തളത്തിൽ നിന്ന് ലോകാനുഗ്രഹിയായ പ്രിയപ്പെട്ട പ്രവാചകര് സന്തോഷത്തിന്റെ മനസ്സോടെ പറയുന്ന വാചകം എന്താണ്? ഇങ്ങനെ നടക്കുന്ന കൂട്ടുകാരാ, നിന്നോട് എനിക്ക് പറയാനുള്ളത്, ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലം, അല്ലെങ്കിൽ 10,000 പ്രതിഫലം. മസ്ജിദുൻ നബവിയുടെ അകത്തു നിന്നൊരു തസ്ബീഹ് ചൊല്ലിയാൽ, നിങ്ങളൊരു കുറച്ചു സമയം എഴുത്തിക്കാഫിരുന്നാൽ, നിങ്ങളൊരു റക്അത്ത് നിസ്കരിച്ചാൽ, സൃഷ്ടാവിന്റെ സവിധത്തിൽ ഏറ്റവും ഉന്നതമായ കർമ്മഫലം ലഭിക്കുന്ന കേന്ദ്രമാണത്. ആ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ നായകര് മനുഷ്യന്റെ പതിതമായ സാഹചര്യങ്ങളെ സ്നേഹത്തിന്റെ മനസ്സോടെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്, ഓ സഹോദര,
നിങ്ങൾ ഈ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിലേക്ക് മനസ്സു ചേർത്ത് വെച്ചുകൊണ്ട് ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്? നിങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന്റെ പ്രയാസത്തെ അകറ്റുന്നതിന് വേണ്ടി സഞ്ചരിക്കലാണ്, അവന്റെ കൈപിടിച്ച് അവനെ ചേർത്തു നിർത്തി സഞ്ചരിക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു ദിവസം മദീന പള്ളിയിൽ ഇരിക്കുന്നതിനേക്കാൾ എന്നല്ല പറഞ്ഞത്, പിന്നെയോ ഒരു മാസക്കാലയളവ് മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങൾ ആ കൂട്ടുകാരന്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി അവനെയും കൂട്ടിയിട്ട് നടക്കലാണെന്ന് പ്രിയപ്പെട്ട പ്രവാചകര് പറയുമ്പോ അവിടെയും പറഞ്ഞവസാനിപ്പിച്ചില്ല, അവിടെയും നിർത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വീണ്ടും, വമൻ മശാ മഅഖീഹി ഫീ ഹാജ, ഒരു സഹോദരന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ, അവനോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ, ആ സമയം ചെലവഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ലഭിക്കുന്നത് പടച്ച റബ്ബിന്റെ ഭയാനകരമായ കോടതിയിൽ, പാരത്രികമായ ലോകത്ത് എല്ലാവരും ബേജാറാകുമ്പോ കാലിടറുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കുറച്ചു നിൽക്കുന്ന കാലുകൾ ആവശ്യമുണ്ടോ? ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവന്റെ കൂടെ സമയം ചെലവഴിക്കുക എന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ 7 പതിറ്റാണ്ടുകാലത്തെ പ്രവർത്തന വഴിയിലെ സാന്ത്വന സേവന പ്രവർത്തനങ്ങളുടെ പ്രൗഢമായ ചരിത്ര സന്ധികളെ മനസ്സുകൊണ്ട് ഓർമ്മിച്ചെടുക്കുമ്പോ ഏതൊക്കെ ഘട്ടങ്ങളിൽ മനുഷ്യര് പ്രയാസപ്പെടുന്നുണ്ടോ ആ പ്രയാസപ്പെടുന്ന കാലത്ത് മുഴുവനും ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ കർമ്മകുശലതയുള്ള പ്രിയപ്പെട്ട യൗവനത്തിന്റെ തുടിപ്പുള്ള കൂട്ടുകാർ കോതയിലിറങ്ങിയിട്ട് എല്ലാം മറന്ന് കഠിനാധ്വാനം ചെയ്തതിന്റെ സന്തോഷകരമായ കാഴ്ചകൾ കഴിഞ്ഞ കാലത്ത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഓ സഹോദരങ്ങളെ, നമ്മെ അതിന് പ്രചോദിപ്പിച്ചത്, നമുക്കതിന് ഊർജം നൽകിയത്, നമുക്കതിന് വളർച്ച നൽകിയത്, നമുക്കതിന് ആവേശം നൽകിയത്, നമുക്കതിന് കരുത്ത് നൽകിയത് ഭൗതികമായ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളല്ല, ഇവിടെയുള്ള അധികാരങ്ങളല്ല, ഇവിടെയുള്ള അംഗീകാരങ്ങളല്ല, ഇവിടെയുള്ള എന്തെങ്കിലും നമ്മെ രസിപ്പിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെയോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധരായ പ്രവാചകര് പറഞ്ഞു വെച്ച വിശുദ്ധമായ വചനത്തിന്റെ ആ ഒരു ആത്മഫലത്തിലാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചു പോയത്, നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. ആ ഒരു ആത്മഫലത്തിൽ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള കാലങ്ങളിലും ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഓരോ പ്രവർത്തകർക്കും ഇത്തരം ഉന്നതമായ ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ളത് എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ സന്ദേശ പ്രഭാഷണത്തിന്റെ ഭാഗമായി പ്രിയപ്പെട്ട കരുത്തുറ്റ പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ മത്സരിക്കുന്ന ആളുകള് പാലം പണിതിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റു പലതിനെ കുറിച്ചും പറഞ്ഞിട്ട് അടുത്ത മത്സരത്തെ കുറിച്ചാണ് ആലോചിക്കുന്നത്, അടുത്ത മന്ത്രിയാകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്, ഒരു MP ആകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ മണ്ണിൽ ഇത്രയും കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാമൂഹിക രംഗത്ത്, അങ്ങനെ മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിച്ചപ്പോ നമ്മൾ അത്തരം അധികാരത്തിന്റെ തലങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടല്ല പ്രവർത്തിച്ചത്. ഇന്നും നമ്മൾ അത് ആലോചിക്കുന്നവരല്ല. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനമില്ല എന്നല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രതികരണങ്ങളുണ്ട്, കൃത്യമായ നിലപാടുകളുണ്ട്, അത് കൃത്യമായി രൂപപ്പെടുത്തി നിർവഹിക്കേണ്ടതുപോലെ നിർവഹിക്കുന്നുമുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയത്തിന്റെ ആശയങ്ങളെ മനസ്സോട് ചേർത്ത് വെച്ചുകൊണ്ട് അധികാരത്തിന്റെ കസേലകളെ കുറിച്ച് ആലോചിക്കാതെ, അംഗീകാരത്തിന്റെ പ്രയോഗങ്ങളെ
പ്രയോഗങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ, അതേപോലെ തന്നെ ഇവിടെയുള്ള എന്തെങ്കിലും താൽക്കാലികമായ രസങ്ങളെ കുറിച്ച് ആലോചിക്കാതെ നിസ്വാർത്ഥ മനസ്സോടെ സൃഷ്ടാവിന്റെ സവിധത്തിൽ ലഭിക്കാനുള്ള കർമ്മഫലത്തിന്റെ ഉന്നതമായ തലങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള നാളുകളിലും അങ്ങനെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. നമുക്ക് വിശ്രമമില്ല, നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയമില്ല, നമുക്ക് ആലോചിച്ച് നിൽക്കാനുള്ള സന്ദർഭവുമില്ല. ഇവിടെ കാണുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മുടെ അജണ്ടയുടെ ഭാഗമാണ്. മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളോട് മുഴുവനും സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് അതേ, അന്യായങ്ങൾ കാണുമ്പോ, അനീതിയുടെ വഴികൾ തുറക്കപ്പെടുമ്പോ അതിനോട് മൗനം ദീക്ഷിക്കുകയല്ല, അതിനോട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ, കൈകൊണ്ട് പ്രയോഗിച്ച് മാറ്റി നിർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യും. നാക്കുകൊണ്ട് പ്രയോഗങ്ങൾ നടത്തി പ്രവർത്തിക്കും, കൽബുകൊണ്ട് തീർച്ചപ്പെടുത്തി അതിനോട് വിസമ്മതത്തിന്റെ മനസ്സുണ്ടാകും. അങ്ങനെ പ്രവർത്തിക്കുന്ന നമുക്ക് തീർച്ചയായും വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി ഈ മഹത്തായ പ്രസ്ഥാനം ഈ നാടിനു വേണ്ടി, ഇവിടെയുള്ള വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉന്നതമായ അജണ്ടകൾ രൂപപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് പ്രയോഗിക്കാനുള്ളവർ നമ്മൾ ഓരോരുത്തരുമാണ്. അത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് ഇനിയുള്ള നാടുകളിൽ കൃത്യമായി പ്രവർത്തന വഴിയിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്ന് മാത്രം എന്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ച വാചകങ്ങളാണ് നമുക്ക് പ്രചോദനമാകേണ്ടത്. ഒരു വാചകം കൂടെ പറയട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അസ്സാഇ അലൽ അർമിലതി വൽ മിസ്കീൻ കൽമുജാഹിദി ഫീ സബീലില്ലാഹ് വകല്ലദീ യസൂമുൻ നഹാർ വയഖൂമുൽ ലൈൽ. ആത്മീയ പ്രവർത്തനം എന്ന് പറയുന്നത് അതെ, നമ്മുടെ നിസ്കാരങ്ങൾ മാത്രമല്ല, ദിക്റുകൾ ചെല്ലൽ മാത്രമല്ല, നോമ്പെടുക്കൽ മാത്രമല്ല, സൃഷ്ടാവിന്റെ സവിധത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പ്രധാനമായി പ്രവാചകര് പഠിപ്പിക്കുന്നത് എന്താണ്? വിധവയായ സ്ത്രീകളുണ്ടോ, ആ സ്ത്രീകളെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാവണം. അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ പരിഹരിക്കാനുള്ള ഒരു വികാരമാണ് നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെയുള്ള മനുഷ്യനാണോ നിങ്ങൾ? വളരെ ദരിദ്രനായി ജീവിക്കുന്ന മനുഷ്യന്റെ പ്രതിസന്ധികളെ ഏറ്റെടുത്തുകൊണ്ട് പരിഹരിക്കാൻ കരുത്തുള്ളവനാണോ നിങ്ങൾ? അങ്ങനെയുള്ള വ്യക്തിയാകുന്ന നിങ്ങളോട് പറയാനുള്ളത്, കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധീരരക്തസാക്ഷിത്വം വഹിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട യുദ്ധമുഖത്തേക്ക് അനിവാര്യമായ ഘട്ടങ്ങളിൽ പുറപ്പെടേണ്ടി വന്ന വീരപുരുഷനുണ്ട്, ധീരയോദ്ധാവുണ്ട്. ആ ധീരയോദ്ധാവിന് സമാനമാണോ നിങ്ങൾ? നിങ്ങൾ ആയുധമെടുക്കേണ്ടതില്ല, നിങ്ങൾ രക്തം ചൊരിയേണ്ടതില്ല, നിങ്ങൾ യുദ്ധമുഖത്ത് പോകേണ്ടതില്ല. പിന്നെ എന്തുമാത്രമേ നിങ്ങൾ ചെയ്യണ്ടോ? നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച്, നിങ്ങളെ ആരോഗ്യം ഉപയോഗിച്ച് ഇവിടെ പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ കണ്ണുനീരൊപ്പാനുള്ള നിതാന്ത ജാഗ്രതയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ വീര പോരാളിയാണ് എന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അവിടെയും പറഞ്ഞു നിർത്തിയില്ല. രാത്രിയുടെ പാതിരാവിന്റെ അർദ്ധയാമങ്ങളിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന മനുഷ്യനില്ലേ, ആ മനുഷ്യൻ നേടുന്ന ആത്മീയമായ ഒരു ഉത്കൃഷ്ടതയുണ്ട്, വളർച്ചയുണ്ട്. പകലിന്റെ സമയത്ത് പടച്ച റബ്ബിന് വേണ്ടി സുന്നത്ത് നോമ്പെടുത്ത് പട്ടിണി നടക്കുന്ന മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ നേടുന്ന ആത്മീയമായ വളർച്ചയുണ്ട്. ആ വളർച്ച അടക്കം നിങ്ങൾക്ക് നേടാനുള്ള വഴി എന്താണ്? ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യരെ ഏറ്റെടുക്കലാണ്. നിങ്ങളത് നിർവഹിക്കുന്നുവെങ്കിൽ പകലിൽ നോമ്പെടുക്കുന്നവനെ പോലെയാണ്, രാത്രി എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പടച്ച റബ്ബിന്റെ മുന്നിൽ നിസ്കാരം നിർവഹിക്കുന്നവനെ പോലെയാണ്. അവന് ലഭിക്കുന്ന ആത്മീയമായ വളർച്ചയും അല്ലാഹുവിന്റെ അടുക്കൽ ലഭിക്കാനിരിക്കുന്ന പ്രതിഫലവും സഹോദരാ നിനക്കുണ്ടെന്ന് പറയുന്നത് ഞാനല്ല, സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തിരുനബിയുടെ ശ്രേഷ്ഠമായ വചനങ്ങളാകണം നമുക്ക് പ്രചോദനമാകുന്നത്. പാരത്രികമായ ലോകത്ത് പ്രവാചകരുടെ സവിധത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ മുത്തുനബിയുടെ സവിധത്തിൽ പോയി നിന്നിട്ട് അങ്ങയുടെ ഈ വാചകത്തെ മനസ്സുകൊണ്ട് ഏറ്റെടുത്തവനാണ്. പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി ഇരുവപ്പെട്ട പ്ലാറ്റ്യൂൺ അംഗമായ എന്റെ ഒരു വിചാരം എന്നുള്ളത് ആ വാചകമാണ് ഹബീബേ എനിക്ക് പ്രചോദനമായത് എന്ന് പറഞ്ഞുകൊണ്ട് പാരത്രികമായ ലോകത്ത് പ്രവാചക സവിധത്തിലേക്ക് ചെന്നിട്ട് സന്തോഷം പറയാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എൻ്റെ കൂട്ടുകാരെ, നമുക്ക് കഴിയേണ്ടതില്ലേ? നശ്വരമായ ഈ ലോകത്തെ ജീവിതമല്ലല്ലോ എന്റെയും നിങ്ങളുടെയും അജണ്ടയായിട്ടുള്ളത്. അനശ്വരമായ പാരത്രികമായ ലോകത്തെ ജീവിതത്തെ കുറിച്ചല്ലേ നമ്മൾ ആലോചിക്കുന്നത്? അങ്ങനെ ആലോചിക്കുന്നത് കൊണ്ടല്ലേ ഇവിടെയുള്ള അധികാരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തത്, ഇവിടെയുള്ള താൽക്കാലികമായ സുഖങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കാത്തത്, ഇവിടെയുള്ള എന്തെങ്കിലും സാമ്പത്തികമായ വളർച്ചയെ കുറിച്ച് നമ്മൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാത്തത്? മറിച്ച് ആരുമില്ലാത്ത, സഹായിക്കാനില്ലാത്ത ലോകത്ത് പടച്ചറപ്പിന്റെ കൂടെ, പടച്ചറപ്പിന്റെ കോടതിയിൽ എനിക്ക് രക്ഷപ്പെടാനുള്ള ചില ഒരുക്കി വെക്കപ്പെട്ട കാര്യങ്ങൾ വേണം, കരുതി വെച്ച ചില കർമ്മങ്ങൾ വേണം. ആ കരുതി വെച്ച കർമ്മങ്ങൾക്ക് വഴിയൊരുക്കുന്നു പ്ലാറ്റ്യൂൺ അംഗങ്ങളെ സുന്നി യുവജന സംഘം. അതിനാണ് നിങ്ങളെ സന്നദ്ധ സംഘമായി രൂപപ്പെടുത്തി ഈ പ്രസ്ഥാനം വിളിക്കുന്നത്. ആ പ്രസ്ഥാനത്തിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് കവലകളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, ഈ രാജ്യത്തിന്റെ വ്യത്യസ്ത അതിർത്തികളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വലിയ സേവന സന്നദ്ധ പ്രവർത്തനം നിർവഹിക്കുന്ന ഒരു സംഘമായി ഇൻഷാ അല്ലാഹ് നമുക്ക് മാറേണ്ടതുണ്ട്. നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചിറങ്ങിയാൽ അത് സാധിക്കുമെന്നതിൽ സംശയമില്ല. സ്വാത്വികരായ പണ്ഡിത ശ്രേഷ്ഠരുടെ ഉപദേശ നിർദ്ദേശങ്ങളെ മനസ്സിലേക്ക് ഏറ്റെടുക്കുന്നവരാണ് നമ്മൾ. അവർ വിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മാർഗനിർദ്ദേശം നൽകുമ്പോ ആ മാർഗനിർദ്ദേശങ്ങളെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വലിയൊരു വിപ്ലവം തീർക്കാൻ വേണ്ടിയുള്ള ഒരുങ്ങി പുറപ്പെടലായി ഈ പ്ലാറ്റ്യൂൺ അസംബ്ലിയെ നിങ്ങൾ മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ സർവ പദ്ധതികളും ഇനിയുള്ള നാളുകളിൽ വിജയിപ്പിച്ചേ അടങ്ങൂ എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് നമുക്ക് പിരിയാം. പടച്ച റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ പ്രസ്ഥാനത്തിന് കഠിനാധ്വാനം ചെയ്തവർ എത്രയെത്ര ആളുകൾ, അവർക്ക് ഒന്നുമില്ലാത്ത കാലത്ത്, അതേ സാമ്പത്തിക വളർച്ചയില്ലാത്ത കാലത്ത്, സംവിധാനങ്ങളില്ലാത്ത കാലത്ത്, സൗകര്യങ്ങളില്ലാത്ത കാലത്ത്, സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ പോലും ഇല്ലാത്ത കാലത്ത് കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച സാത്വികരായ പണ്ഡിത ശ്രേഷ്ഠരുണ്ട്. ആത്മാർത്ഥതയുടെ മനസ്സ് വെച്ചുകൊണ്ട് പ്രവർത്തിച്ച സാധാരണക്കാരായ സഹപ്രവർത്തകരുണ്ട്. പേരുകൾ ഓരോന്ന് ഞാൻ പറയുന്നില്ല. കൽബകങ്ങളിലൂടെ കടന്നു പോകുന്ന മുഖങ്ങളുണ്ട്. ആ മുഖങ്ങൾ ഇന്ന് ആരുടെ മണ്ണിൽ സന്തോഷത്തിലായിരിക്കും? നമ്മുടെ കർമ്മങ്ങളെ അനുഭവിച്ചുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ അടയാളപ്പെടുത്തുന്ന സുന്ദരമായ പ്രവർത്തനങ്ങളെ അനുഭവിച്ചുകൊണ്ട് അവർക്ക് സ്വസ്ഥമായി ഖബറിൽ കിടക്കാൻ കഴിയുന്നുണ്ടാകും. അല്ലാഹുവേ, അവരുടെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും അങ്ങനെ സംതൃപ്തിയോടെ കിടന്നുറങ്ങാൻ അവസരമുണ്ടാകണം റബ്ബേ. ഞങ്ങൾക്കതിന് സൗഭാഗ്യം നൽകണേ റഹ്മാനേ. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ, കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച എത്രയോ പ്രവർത്തകർ, അവർക്ക് നീ എല്ലാവിധ സന്തോഷവും ബർസഖി ലോകത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവിടെയൊക്കെ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ വഴിയിൽ സാത്വികരായ പണ്ഡിതരുടെ വാക്കുകൾ കേട്ട് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനമെടുത്ത് ഇറങ്ങി പുറപ്പെടുന്നവരാണ്. നിന്റെ തുണയല്ലാതെ മറ്റൊരു തുണ ഞങ്ങൾക്കില്ല. നിന്റെ കാവലല്ലാതെ മറ്റൊരു കാവല് ഞങ്ങൾക്കില്ല. നിന്നോടുള്ള വിശ്വാസത്തിന്റെ കരുത്തല്ലാതെ മറ്റൊരു ഫലം ഞങ്ങൾക്കില്ല. നീ എല്ലാം ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ മതത്തെ നിലനിർത്താനും
പ്രവാചകരുടെ അധ്യാപനങ്ങളെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തി ഈ മതത്തെ ദഅവത്ത് ചെയ്യാനും സാധുക്കളായ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണം റഹ്മാനെ. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, സാമ്പത്തികമായി സഹായിച്ചവർ, ഉറക്കൊഴിഞ്ഞവർ, വളണ്ടിയർ പ്രവർത്തനം നടത്തിയവർ, ഇതിനുവേണ്ടി ചെറിയൊരു വാക്കുകൊണ്ടെങ്കിലും സഹകരിച്ചവർ, ഈ സദസ്സിനെ സന്തോഷപൂർവ്വം പരിസരം ശ്രവിച്ചവർ, എല്ലാവർക്കും നീ നന്മ ചൊരിയണേ അല്ലാ. ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ റഹ്മാനെ. എല്ലാവിധ ഇസ്സത്തും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ ഹസനാത്തിന്റെ ഏടിൽ പട്ടികയിൽ ഇതൊരു വലിയൊരു അമലാക്കി നീ മാറ്റിത്തരണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.